ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, മൈ ഡ്രീംസ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ലിൻസിവിനു ഡ്രീംസ് ഗാർഡനിൽ നിന്നും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്നോ, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ അഗ്ലോണിമ കുറച്ച് സീഡ്ലിംഗ് പ്ലാന്റ്സുകൾ നമുക്ക് സ്റ്റോക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ അഗ്ലോണിമ സീഡ്ലിങ്സിൻ്റെ ഒരു കുഞ്ഞു കോംബോ വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നതിന് മുമ്പ് എല്ലാവർക്കും ആദ്യം തന്നെ ഹാപ്പി ക്രിസ്മസ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇനി നമുക്ക് കൊറിയർ ഉള്ളത് ക്രിസ്മസ് കഴിഞ്ഞിട്ടായിരിക്കും കേട്ടോ. ഇനി നമുക്ക് കൊറിയറൊക്കെ നമ്മൾ അറൗണ്ട് കൊറിയറൊക്കെ ഏകദേശം ഫിനിഷ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ക്രിസ്മസിന് ശേഷമായിരിക്കും കൊറിയർ. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യുക, നിങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള DTDCയുടെ നമ്പർ ഒന്ന് കളക്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഇവിടുന്ന് കൊറിയർ അയച്ചതിന് ശേഷം നമുക്കൊന്ന് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റുന്നിരിക്കില്ല. കൊറിയർ അയച്ച ഉടൻ തന്നെ നമ്മളിവിടുന്ന് ട്രാക്ക് ID ഒക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കൊറിയർ എവിടെ എത്തിയെന്നൊക്കെ അറിയാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് പിറ്റേ ദിവസം കൊറിയർ വന്നില്ല, പിറ്റേ ദിവസം നിങ്ങൾക്ക് കൊറിയർ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും അറിയിക്കാം. 2 ദിവസം കഴിഞ്ഞിട്ടൊക്കെ അറിയിച്ച് കഴിയുമ്പോൾ പിന്നെ നമ്മളത് ഫോളോ അപ്പ് ചെയ്യുമ്പോഴത്തേക്ക് പിന്നെയും ലേറ്റായി പോകും. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മളിവിടുന്ന് കൊറിയർ അയച്ച് കഴിയുമ്പോൾ തന്നെ ട്രാക്ക് ID ഷെയർ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ട്രാക്ക് ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ കൊറിയർ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം തന്നെ അറിയിക്കുക. അതുപോലെ പോസ്റ്റ് ഓഫീസ് വഴിയായിട്ടാണ് കൊറിയർ എടുക്കുന്നവർക്ക് പോസ്റ്റ്മാൻ്റെ നമ്പർ ഒന്ന് കളക്ട് ചെയ്ത് വയ്ക്കുക. നമ്മളിവിടുന്ന് വരുന്ന ട്രാക്ക് ID നിങ്ങൾക്ക് നിങ്ങളുടെ DTDCയിലോ അതുപോലെ പോസ്റ്റ്മാനൊക്കെ ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ചെക്ക് ചെയ്തിട്ട് ഇത് പറയാൻ സാധിക്കും കേട്ടോ, ഇത് എവിടെയുണ്ട് അല്ലെങ്കിൽ അവരുടെ ഓഫീസിൽ എത്തിയിട്ടുണ്ടോ എന്ന് പറയാൻ സാധിക്കും കേട്ടോ. അപ്പം അങ്ങനെ നിങ്ങളൊന്ന് ചെയ്യുക കേട്ടോ. അപ്പോൾ തന്നെയുമല്ല, നമ്മൾ ഇവിടുന്ന് കൊറിയർ അയച്ച ശേഷം അത് കൊറിയർ ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്യാനുള്ളൊരു ഉത്തരവാദിത്വം കൂടി നിങ്ങൾ കാണിക്കണം കേട്ടോ. കൊറിയർ സേഫായിട്ട് എത്തിക്കുക എന്നുള്ള ഉത്തരവാദിത്വം നമ്മുടേതാണ് എങ്കിൽ പോലും ഓഫീസിൽ നിന്ന് അത് യഥാർത്ഥ സമയത്ത് കളക്ട് ചെയ്യാനായിട്ട് മാക്സിമം എല്ലാവരും ശ്രമിക്കുക കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊന്ന് ഷെയർ ചെയ്യാനും അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് ഒരുപാട് സീഡ്ലിംഗ് പ്ലാന്റ്സുകൾ നമുക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ സീഡ്ലിംഗ്സ് പ്ലാന്റ്സുകളുടെ ഒരു കോംബോ വീഡിയോ നമുക്ക് നോക്കാം. നമ്മുടെ വാട്സപ്പ് നമ്പർ മാറിയ കാര്യം എല്ലാ വീഡിയോയിലും പറയുന്നത്, ഇപ്പോഴും പലരും പഴയ നമ്പറിലേക്കാണ് കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകം പറയുകയാണ്, ഈ സ്ക്രീനിൽ കാണുന്നതാണ് നമ്മുടെ വാട്സപ്പ് നമ്പർ. ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് തന്നെ കോൺടാക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇന്ന് നമ്മൾ അടിപൊളി ഒരു ഗിഫ്റ്റ് തന്നെയാണ് കേട്ടോ, ഒരു ക്രിസ്മസ് ഗിഫ്റ്റ് തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ക്രിസ്മസ് ഇതിൻ്റെ ഗിഫ്റ്റ് അനൗൺസ്മെൻറ്റ് നടത്തുന്നത് ക്രിസ്മസിൻ്റെ അന്ന് രാത്രി തന്നെയാണ്, 25-ാം തീയതി രാത്രി തന്നെയാണ് അനൗൺസ്മെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ വീഡിയോസ് കാണാൻ ആരും മറക്കണ്ട കേട്ടോ. എത്രയും നേരത്തെ തന്നെയായിരിക്കും നമ്മൾ ചെയ്യുക ഈ വിന്നർ അനൗൺസ്മെൻറ്റ് കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് കൊടുക്കുന്ന ഗിഫ്റ്റ് എന്താണെന്ന് കാണണ്ടേ. നമ്മുടെ ഗിഫ്റ്റ് പ്ലാന്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് കമൻറ്റുകൾ ചെയ്യാം. നിങ്ങളുടെ കമൻറ്റുകളിൽ നിന്നും ലക്കി ഡ്രോ ഒരാളെ സെലക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും കമൻറ്റുകൾ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഗിഫ്റ്റ് പ്ലാന്റ് എന്താണ്, നമ്മൾ ഇന്ന് കൊടുക്കുന്ന ഗിഫ്റ്റ് പ്ലാന്റ് എല്ലാവർക്കും ഏറ്റവും ഇഷ്ടമുള്ള ഈ ഒരു അഗ്ലോണിമ പ്ലാന്റ്സ് ആണ് നമ്മളിന്ന് ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത് കേട്ടോ. ഈ ഒരു പ്ലാന്റ് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും കമൻറ്റുകൾ ചെയ്യാം. ഇന്നത്തെ വീഡിയോയ്ക്കുമായിട്ട് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന 10 വെറൈറ്റിയാണ് കേട്ടോ. സീഡ്ലിംഗ് പ്ലാന്റ്സിൻ്റെ 10 വെറൈറ്റിയാണ്. ചെറിയ പ്ലാന്റ് ആണെങ്കിൽ പോലും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സുകൾ തന്നെയാണ് വന്നിരിക്കുന്നത് കേട്ടോ. സീഡ്ലിംഗ് പ്ലാന്റ്സുകൾ നട്ടിട്ട് വലുതായിരിക്കുന്ന ഒരു സീനാണ് ഇത് കാണുന്നത് കണ്ടോ. ഇതുപോലത്തെ ഒരു പോട്ട്, ഇത് ഒരുപാട് വലിയ പോട്ടല്ല എടുത്തിരിക്കുന്നത് കേട്ടോ. ഈ പോട്ടുകളിലേക്ക് വെച്ചിരിക്കുന്നതാണ്. ഈ പോട്ടുകളിലേക്ക് വെച്ചിട്ട് ആ പ്ലാന്റ്സുകൾ ഇതൊക്കെ കൊച്ചിൻ പീച്ചിൻ്റെ സീഡ്ലിംഗ് പ്ലാന്റ്സ് ആണ് കേട്ടോ. ഇങ്ങനെയാണ് കൊച്ചിൻ പീച്ചിൻ്റെ പ്ലാന്റ്സുകളൊക്കെ ഡിസൈനായിട്ട് വരിക. ഡിസൈനായിട്ട് തെളിഞ്ഞ് വരാനുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ക്രിസ്മസ് ഓഫറായിട്ട് നമ്മുടെ പ്ലാന്റ്സുകളുടെ ഈ ഒരു സീഡ്ലിംഗ് പ്ലാന്റ്സുകളുടെ കോംബോ വീഡിയോ നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മുടെ വാട്സപ്പ് നമ്പർ മാറിയിരിക്കുന്ന കാര്യം ആരും മറക്കണ്ട. അതുപോലെ തന്നെ നമ്മുടെ ഡ്രീം ഗാർഡിൽ വരുന്ന പ്ലാന്റ്സുകളുടെ അപ്ഡേഷൻ കാണുന്നതിന് വേണ്ടിയിട്ട് ഡ്രീം ഗാർഡിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം കേട്ടോ. ഡ്രീം ഗാർഡിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിൻ്റെ ആദ്യം പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യാം കേട്ടോ. നമുക്ക് കൊറിയർ സർവീസ് അവൈലബിൾ ആയിട്ടുള്ളത് DTDC കൊറിയറും അതുപോലെ സ്പീഡ് പോസ്റ്റ് കൊറിയറുമാണ് കേട്ടോ. അപ്പോൾ സീഡ്ലിംഗ് പ്ലാന്റ്സുകൾ വാങ്ങിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. സീഡ്ലിംഗ് പ്ലാന്റ്സുകൾ നടുമ്പോൾ നെറ്റ് കപ്പ് റിമൂവ് ചെയ്യാതിരിക്കുക. നെറ്റ് കപ്പോടുകൂടി തന്നെ സീഡ്ലിംഗ് പ്ലാന്റ്സ് നടുക. നെറ്റ് കപ്പോടുകൂടി തന്നെയാണ് ഇതിനകത്ത് നട്ടിരിക്കുന്നത് കേട്ടോ. പലരുടെയും വിചാരം ഈ നെറ്റ് കപ്പിൽ നിന്നും ഇത് റൂട്ടുകളൊക്കെ ഇറങ്ങി പോകില്ല, വലുതാകില്ല എന്നുള്ള ചിന്തയാണ്. നെറ്റ് കപ്പോടുകൂടി തന്നെ സീഡ്ലിംഗ് പ്ലാന്റ്സ് നടാട്ടോ. നമ്മൾ നെറ്റ് കപ്പോടുകൂടി തന്നെ നട്ടേക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ തന്നെ നടാട്ടോ. അപ്പോൾ നമുക്ക് ഓരോ സീഡ്ലിംഗ് പ്ലാന്റ്സുകളായിട്ട് നമുക്കൊന്ന് പരിചയപ്പെടാം. നമ്മുടെ ആദ്യത്തെ പ്ലാന്റ്സ് വരുന്നത് റോട്ടാണ്ടം ടൈഗർ എന്ന് പറയുന്ന വെറൈറ്റിയാണ്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ. പ്ലാന്റിൻ്റെ സൈസ് കൃത്യമായിട്ട് വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. സൈസ് കണ്ടതിന് ശേഷം മാത്രം പ്ലാന്റുകൾ വാങ്ങിക്കാം കേട്ടോ.
അപ്പോൾ ആദ്യത്തെ വെറൈറ്റി വരുന്നത് റോട്ടാണ്ടം ടൈഗർ. രണ്ടാമത്തെ വെറൈറ്റി ആണെന്ന് നോക്കാം. ഇതാ ജയ്പോങ് റെഡിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് വരുന്നത് രണ്ടാമത്തെ വെറൈറ്റി. അടുത്ത് വരുന്ന കുങ്കും എന്ന് പറയുന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ. കുങ്കും, ഈ കുങ്കുമിൻ്റെ മദർ പ്ലാന്റ് കണ്ടിട്ടില്ലാത്തവർക്ക് ഇതുപോലെയാണ് കുങ്കുമിൻ്റെ പ്ലാന്റ് ഇരിക്കുന്നത്. ഇതാണ് കേട്ടോ. അപ്പോൾ കുങ്കും എന്ന് പറയുന്ന പ്ലാന്റ്സ് ആണ്. അപ്പോൾ അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ ആഗ്ലോണിമ ട്രൈ കളറാണ് കേട്ടോ. ട്രൈ കളറിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആണ്. ഇനി അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫയർ റെഡിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ. ഫയർ റെഡിൻ്റെ മദർ പ്ലാന്റ് കാണാത്തവർക്ക് ഇതുപോലെയാണ് ഫയർ റെഡ് വലുതാകുമ്പോൾ എടുക്കുക കേട്ടോ. അപ്പോൾ ഫയർ റെഡിൻ്റെ ഒരു പ്ലാന്റ്സ് ആണ്. ഇത് കണ്ടോ, ഇത് വരുന്നത് പിങ്ക് ഡാൽമേഷൻ എന്ന് പറഞ്ഞ വെറൈറ്റി ആണ് കേട്ടോ. നല്ല റൂട്ടും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ്. അടുത്ത് വരുന്ന ട്രൈ കളർ ക്യാബേജ്, അഗ്ലോണിമ ട്രൈ കളർ ക്യാബേജിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആണ്. അടുത്ത് വരുന്നത് കൊച്ചിൻ പിങ്ക് എന്ന് പറഞ്ഞ വെറൈറ്റി ആണ്. കൊച്ചിൻ പിങ്ക് എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. വലുതാകുമ്പം നല്ല പിങ്ക് കളറായിട്ടാണ് വരുന്നത് കേട്ടോ. അടുത്ത് വരുന്നത് മെജസ്റ്റിക് റെഡ് എന്ന് പറഞ്ഞ പ്ലാന്റ്സ് ആണ്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് കേട്ടോ. അടുത്ത് വരുന്നത് കൊച്ചിൻ പീച്ചാണ്. കൊച്ചിൻ പീച്ച്. ഇനി കൊച്ചിൻ പീച്ചിൻ്റെയൊക്കെ കുറച്ചുകൂടി കളറുള്ള പ്ലാന്റ് കാണാം. കൊച്ചിൻ ബീച്ചൊക്കെ വലുതാകുമ്പോൾ എങ്ങനെ ഇരിക്കുന്നു പലരും ചോദിക്കാറുണ്ട്. എങ്ങനെയാട്ടോ കൊച്ചിൻ ബീച്ചൊക്കെ വലുതാകുമ്പോൾ നല്ല പീച്ച് കളറാണ് കേട്ടോ. നല്ല പീച്ച് കളറായിട്ട് വരുന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ. അങ്ങനെയാണ് കൊച്ചിൻ പീച്ച്. ഇതുണ്ടോ, നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം വന്ന ഒരു സീഡ്ലിങ് നമ്മളൊരു പരീക്ഷണത്തിന് വേണ്ടിയിട്ട് ഇതുപോലത്തെ ചെറിയ കപ്പിൽ നട്ടതാണ് കേട്ടോ. ഈ പ്ലാന്റ്സ് വലുതായിക്കണുണ്ടോ. ഇത് ഫയർ റെഡിൻ്റെ പ്ലാന്റ് ആണ്. അപ്പോൾ അതുപോലെ നിങ്ങളിതുപോലെ തന്നെ നട്ടാൽ മതി. അപ്പോൾ പ്ലാന്റ്സ് ആവശ്യത്തിന് സ്റ്റോക്കും അവൈലബിൾ ആണ് കേട്ടോ. ഇന്നത്തെ കോംബോ എന്ന് പറയുന്നത് ഈ 10 സീഡ്ലിംഗ് പ്ലാന്റ്സിൻ്റെ ഒരു കോംബോയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു കോംബോ എമൗണ്ടാണ് പറയുന്നത്. അപ്പോൾ ഒരു കാര്യം കൂടിയുണ്ട്, നിങ്ങളുടെ കയ്യിൽ ചിലപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും പ്ലാന്റ്സുകളൊക്കെ കയ്യിലുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇല്ലാത്ത പ്ലാന്റ്സുകൾ വാങ്ങിക്കാനുള്ള ഒരു ഓപ്ഷൻ കൂടിയുണ്ട് കേട്ടോ. അപ്പോൾ 10 എണ്ണം കോംബോ ആയിട്ട് എടുക്കണമെന്നില്ല. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് പ്ലാന്റാണ്, ഇപ്പോൾ ഞാൻ കാണിച്ചതിൽ ഏത് പ്ലാന്റാണോ ഇല്ലാത്ത ആ പ്ലാന്റ്സുകൾ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു 10 പ്ലാന്റ്സിൻ്റെ കോംബോ പ്രൈസ് എത്രയാണ് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു 10 പ്ലാന്റ്സിൻ്റെ ഇന്നത്തെ ക്രിസ്തുമസ് ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് 1300 രൂപയാണ് കേട്ടോ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, വളരെ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ്. ഇതിനകത്ത് ഈ ട്രൈ കളർ ക്യാബേജ് ഒക്കെ ഉൾപ്പെട്ടിട്ടുണ്ട്. ഈ ട്രൈ കളർ ക്യാബേജിന് തന്നെ 220 രൂപ റേറ്റുള്ള പ്ലാന്റ്സ് ആണ്. ആ പ്ലാന്റ്സ് എല്ലാം നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 10 വെറൈറ്റി നല്ല വെറൈറ്റി പ്ലാന്റ്സുകൾ തന്നെയാണ് കേട്ടോ. കുങ്കുമൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ പ്ലാന്റ് സെപ്പറേറ്റ് എടുക്കുമ്പോൾ വരുന്ന റേറ്റ് എന്ന് പറയുമ്പോൾ 150, 160, 220 ആ ഒരു റേറ്റൊക്കെയാണ് വരുന്നത്. അപ്പോൾ നമ്മളിത് 10 പ്ലാന്റ്സ് എടുക്കുന്നവർക്കുള്ള ഒരു അടിപൊളി ക്രിസ്മസ് ഓഫറാണ് 1300 രൂപ. 1300 രൂപ എന്ന് പറയുമ്പോൾ ആവറേജ് കോസ്റ്റ് 130 രൂപ വെച്ചിട്ടേ ആകുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഈ പ്ലാന്റ്സുകൾ വേണ്ടവർക്ക് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം. ആവശ്യത്തിനുള്ള സ്റ്റോക്ക് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോയുമായിട്ട് വീണ്ടും നമുക്ക് കാണാം. അതുപോലെ തന്നെ ആദ്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. അതുപോലെ തന്നെ എല്ലാവർക്കും കമൻറ്റുകൾ ചെയ്യാം. ലക്കി ഡ്രോ കമൻറ്റുകളിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ലക്കി ഡ്രോ സെലക്ഷൻ നടക്കുന്നത് നമ്മൾ 25-ാം തീയതി രാത്രി തന്നെയാണ്. ഇതിൻ്റെ വിന്നർ അനൗൺസ്മെൻറ്റ് നമ്മൾ കഴിഞ്ഞ ദിവസം ബൊഗൈൻവില്ല ചെയ്തിരുന്നു. അതിൻ്റെ വിന്നർ അനൗൺസ്മെൻറ്റും 25-ാം തീയതി രാത്രിയാണ്. അപ്പോൾ 25-ാം തീയതി രാത്രി 2 വീഡിയോയുടെയും വിന്നർ അനൗൺസ്മെൻറ്റ് നടത്തും കേട്ടോ. അപ്പോൾ ആരും കാണാനായിട്ട് മറക്കണ്ട. അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും ക്രിസ്തുമസ് മംഗളാശംസകൾ. എല്ലാവർക്കും ബൈ ബൈ.